السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ദർസുൽ ഖുർആനിൻ്റെ 210ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹ്രീമിലെ 5 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചത്. 1 മുതൽ 5 വരെയുള്ള ആയത്തുകളിൽ പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങളും അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളും കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തിൻ്റെ ചില പത്നിമാർക്കുമിടയിൽ ഉണ്ടായ ചില കാര്യങ്ങളും ആ സംഭവങ്ങളിൽ ഒരു സത്യവിശ്വാസിക്ക് മനസ്സിലാക്കാനും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള കുറേ കാര്യങ്ങളും കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചു. ഇന്ന് പ്രസ്തുത അധ്യായത്തിലെ 6, 7 ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അതിലെ 6ാമത്തെ ആയത്ത് ആദ്യം നമുക്ക് പാരായണം ചെയ്യുകയും അതിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം പറയുകയും ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ഇതാണ് 6ാമത്തെ ആയത്ത്. ഇതിലെ വാക്കുകളുടെ അർത്ഥം യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ. ഖൂ അൻഫുസക്കും, ഖൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക അല്ലെങ്കിൽ കാത്തു രക്ഷിക്കുക. അൻഫുസക്കും നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ. വ അഹ്ലീക്കും നിങ്ങളുടെ കുടുംബങ്ങളെയും, അഥവാ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുക. വഖൂദുഹന്നാസ്, വഹ്ലീക്കും നാറ, നരകത്തിൽ നിന്ന്. അപ്പൊ നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുക. ഇതാണ് ഈ ആയത്തിലെ ആദ്യത്തെ ഭാഗം. അപ്പൊ ഇവിടെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളിൽ നബി തിരുമേനിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷം അള്ളാഹു ഈ വചനത്തിൽ ഗൃഹനായകന്മാർക്ക് പ്രത്യേകമായ ഒരു ഉപദേശമായി നൽകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ
നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കുക എന്നുള്ളത്. ഒരു സത്യവിശ്വാസി തങ്ങളുടെ ഇഹപര ജീവിതത്തിനായി ശ്രദ്ധാപൂർവം പ്രാവർത്തികമാക്കേണ്ട ഒരു വചനമാണ് 6-ാം വചനം. അപ്പൊ ഇതിലെ ആദ്യ ഭാഗം തന്നെ അള്ളാഹു പറയുന്നത് സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. യാ അയ്യുഹല്ലദീന ആമനു. അപ്പം മുഅ്മിനീങ്ങളോട് പ്രത്യേകമായി അള്ളാഹു പറയുന്ന കാര്യം ഖൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാത്തുരക്ഷിക്കുക. അംഫുസക്കും നിങ്ങളെ തന്നെ, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ, വഅഹ്ലീക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബങ്ങളെയും നാറ നരകത്തെ തൊട്ട്. അപ്പൊ ഇവിടെ ഒരു ഉത്തരവാദിത്വം പ്രത്യേകമായി ഗൃഹനായകന്മാരോട് അള്ളാഹു പറയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് സത്യവിശ്വാസികളെ പ്രത്യേകമായി അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഓരോ സത്യവിശ്വാസികളും അവരവരുടെ സ്വന്തം ശരീരങ്ങളുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, തന്റെ ഉത്തരവാദിത്തത്തിലുള്ളവരെ അവർക്ക് എങ്ങനെയൊക്കെയാണോ ഭൗതികമായ സൗകര്യങ്ങളും അവരുടെ ജീവിതത്തിനു വേണ്ടി ഇവർ കഷ്ടപ്പെടുന്നതുമൊക്കെ അത് മാത്രം പോരാ, മറിച്ച് അവരെ, തന്റെ കുടുംബങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴികളും മാർഗങ്ങളും ഒരു ഗൃഹനായകൻ, ഉത്തരവാദിത്തമുള്ളവൻ എന്നുള്ള നിലക്ക് ഓരോ സത്യവിശ്വാസികൾക്കും ബാധ്യതയാണ് എന്നാണ് അള്ളാഹുവിടെ ഓർമ്മപ്പെടുത്തുന്നത്. എങ്ങനെയാണ് സ്വന്തം ശരീരങ്ങളെയും കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുക? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായി നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അത്യാവശ്യമായി മതപരമായി അവൻ ലഭിക്കേണ്ട അറിവുകൾ അവന് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മതബോധവും സദാചാര സാഹചര്യങ്ങളും അങ്ങനെ ഒരു പരിസരമുണ്ടാക്കുക. അതുപോലെ തന്നെ സതുപദേശങ്ങൾ നൽകുക. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാൻ അവരെ ഉപദേശിക്കുക. ഇങ്ങനെയെല്ലാം താൻ അങ്ങനെയൊക്കെ ജീവിക്കുന്നുവെങ്കിലും തന്റെ കുടുംബത്തിലെ ഇണ, മക്കൾ, മറ്റു ബന്ധപ്പെട്ടവർ എല്ലാവർക്കും ഈ ഉപദേശങ്ങളും താൻ ജീവിക്കുന്നത് പോലെ തന്നെ മതബോധത്തോടെയും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചുകൊണ്ടുമൊക്കെ ജീവിക്കാൻ മറ്റുള്ളവരോട് പ്രേരിപ്പിക്കുകയും അവരെ ഉപദേശിക്കുകയും അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നതുകൂടെ ഒരു ഗൃഹനാഥന്റെ ഉത്തരവാദിത്വമായി അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ കുടുംബത്തിലെ ഓരോ ആളുകൾക്കും അത്യാവശ്യം മതകാര്യങ്ങൾ അറിയുക, നമസ്കാരത്തിന്റെ കർമ്മശാസ്ത്രം അറിയുക, ഖുർആൻ പാരായണം, അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അവ ഗ്രഹിക്കാനുള്ള മാർഗങ്ങൾ, അങ്ങനെ അവരെ എപ്പോഴും ഈ നേരായ മാർഗത്തിൽ നിർത്താനുള്ള സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുക എന്നുള്ളത് ഓരോ ഗൃഹനാഥന്റെയും കടമയാണ്, അവന്റെ ഉത്തരവാദിത്വമാണ്. മാത്രമല്ല, ഈ മേൽ പറയപ്പെട്ട പ്രകാരം ഇപ്പൊ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെയും കുടുംബങ്ങളെയും നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ? നമ്മൾ സ്വർഗത്തിലാണെങ്കിൽ നമ്മുടെ കൂടെ അവരെയും, നമ്മുടെ മക്കളെയും, നമ്മുടെ കുടുംബത്തെയും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നുള്ളതാണ്. അതിനെന്തു വേണം? നമ്മൾ ജീവിച്ച സത്യവിശ്വാസ പാതയിലൂടെ അവർ നമ്മളെ പിന്തുടരുകയും അങ്ങനെ സദാചാരമുള്ളവരായി നേരായ മാർഗത്തിൽ അവരും നമുക്ക് ശേഷം ജീവിക്കുകയാണെങ്കിൽ അവരെയും നമ്മോടൊപ്പം അള്ളാഹു സ്വർഗത്തിൽ ചേർക്കുമെന്ന് ഖുർആൻ പറയുന്ന ഒരു വചനം സൂറത്തു തൂറിലുണ്ട്. അവിടെ അള്ളാഹു പറയുന്നത് വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയത്തുഹും ബിഈമാനിൻ, വിശ്വസിക്കുകയും അതേപോലെ തന്നെ ആ വിശ്വാസികളുടെ സന്താനങ്ങൾ വിശ്വാസത്തിൽ അവരെ
പിന്തുടരുകയും ചെയ്താൽ അൽഹഖ്നാ ബിഹിം ദുർരിയതഹും, അവരുടെ സന്താനങ്ങളെ നാം അവരോടൊപ്പം സ്വർഗത്തിൽ ചേർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാത്തുരക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് നമ്മൾ സൗകര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മളോടൊപ്പം അവർക്കും സ്വർഗപ്രവേശനം ലഭിക്കുകയും നമ്മളോടൊപ്പം അവരെയും അള്ളാഹു സ്വർഗത്തിൽ ചേർക്കുകയും ചെയ്യും എന്ന് ഖുർആൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ്. നമ്മൾ ഇഹലോകത്ത് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ എന്തുമാത്രം സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്യുന്നല്ലോ. പലപ്പോഴും നല്ല മാർഗങ്ങൾ കേൾക്കാനും അതിന് ചെവി കൊടുക്കാനും സമയം കിട്ടാത്തത് പോലും ഭൗതികമായ തന്റെ മക്കൾക്ക് വേണ്ടി ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ഓട്ടത്തിലാണ് പലപ്പോഴും മാതാപിതാക്കൾ ഉണ്ടാവുക. അത് ആവശ്യമാണ്, അതവന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്, അവന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ്. പക്ഷേ അതേ മക്കളും കുടുംബവും തന്നോടൊപ്പം അനശ്വരമായ സ്വർഗത്തിൽ നമ്മളോടൊപ്പം ഉണ്ടാവുക എന്നതാണ് അതിനേക്കാൾ പ്രാധാന്യപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി കൂടി നമ്മൾ കൂടുതൽ പണിയെടുക്കേണ്ടതുണ്ട്, അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. കേവലം ഈ നശ്വരമായ ഭൗതിക ജീവിതത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നതിനേക്കാൾ ആ ഗൃഹനാഥൻ തന്റെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രദ്ധയും അതിനുള്ള പ്രവർത്തനങ്ങളും നടത്തേണ്ടതുണ്ട് എന്ന് അള്ളാഹു പ്രത്യേകമായി ഇവിടെ അവനെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അവന് പലപ്പോഴും നമ്മൾ കാണുന്നത് പല വീടുകളിലുമൊക്കെ ഗൃഹനാഥന്മാർ അയാള് പ്രബോധന പ്രവർത്തനങ്ങളിലും നമസ്കാരങ്ങളിലും മറ്റു സൽക്കർമ്മങ്ങളിലുമൊക്കെ മുൻപന്തിയിൽ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷേ അവന്റെ കുടുംബത്തിന്റെയോ മക്കളുടെയോ കാര്യം പലപ്പോഴും അവൻ ശ്രദ്ധിക്കാറില്ല എന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിലരെയെങ്കിലും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സ്വന്തം നിലക്ക് എത്ര ഭയഭക്തിയും അതുപോലെ തന്നെ സൽക്കർമ്മിയും ആയിരുന്നാൽ പോലും തന്റെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കിക്കൊടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാതെ താൻ മാത്രം ഭക്തനായി സൽക്കർമ്മിയായി മാറുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. അല്ല എങ്കിൽ അതോടൊപ്പം തന്നെ തന്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്നവനെ ഓർമ്മപ്പെടുത്തുകയാണല്ലോ. അപ്പൊ ഈ 6-ാം വചനം ഓരോ കുടുംബവും, പ്രത്യേകിച്ച് ഓരോ കുടുംബനാഥനും ശ്രദ്ധാപൂർവം വായിച്ച് പ്രാവർത്തികമാക്കേണ്ട ഒരായത്താണ്. പ്രത്യേകിച്ച് ഇതിന്റെ ആദ്യ ഭാഗം, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസക്കും വ അഹ്ലീക്കും നാറ, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കുക എന്നുള്ളത് കേവലം ഭൗതികമായ നശ്വരമായ ജീവിതത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ ഒരു പിതാവ് പലപ്പോഴും അതിനുവേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ അവരുടെ പരലോകം, നമ്മുടെ അല്ലെങ്കിൽ അയാളുടെ പരലോകവും പലപ്പോഴും വിസ്മരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ അവൻ അധികവും ചെലവഴിക്കുന്നത് ഞാൻ ശാശ്വതനല്ലാത്ത ഈ ലോകത്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ അവൻ നശ്വരമായി കാണുന്ന ഭൗതിക ജീവിതത്തിനു വേണ്ടിയാണ്. പക്ഷേ മരണത്തോടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയും അത് അനശ്വരമാണ് എന്നും അറിയുന്ന ആളുകൾ പോലും ആ അനശ്വര ജീവിതത്തിന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിൽ അമാന്തം കാണിക്കുകയോ അശ്രദ്ധ കാണിക്കുകയോ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഖൂ, നിങ്ങൾ രക്ഷപ്പെടുത്തുക, അൻഫുസക്കും, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ. അവിടെ നിങ്ങളുടെ ഉത്തരവാദിത്വവും നിങ്ങളുടെ ബാധ്യതകളും അവസാനിക്കുന്നില്ല, അതിനോട് ചേർത്തു തന്നെയാണ് വഅഹ്ലീക്കും, നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ രക്ഷപ്പെടുത്തണം എന്ന് അള്ളാഹു പറയുന്നത്. കാരണം അത്രമാത്രം ഭയാനകമാണ് നരകം എന്ന് പിന്നീട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ളൊരു നരകത്തിൽ താൻ പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ താൻ ഏറെ ഇഷ്ടപ്പെടുന്ന തന്റെ മക്കളും കുടുംബവും അതിൽ പോയിക്കൂടാ എന്നതായിരിക്കുമല്ലോ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ മനസ്സിലുള്ള ആഗ്രഹം.
അതുകൊണ്ട് തന്നെ അവന്റെ ഉത്തരവാദിത്തം ഏറെ പ്രാധാന്യമുള്ളതാണ്, അഥവാ അവ നിർവഹിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു വചനത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും, ഇന്നല്ലാഹ സായിലുൻ കുല്ല റാഇൻ അമ്മ ഇസ്തർആഹു. നിശ്ചയം ചുമതല ഏൽപ്പിക്കപ്പെട്ട എല്ലാവരോടും അവർ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കും. മാത്രമല്ല ഹഫിള ദാലിക അം ലയ്യ, അതവൻ സൂക്ഷിച്ചോ അല്ലെങ്കിൽ ആ കർത്തവ്യം അവൻ നിറവേറ്റിയോ അല്ല അത് പാഴാക്കി കളഞ്ഞോ എന്ന്. ഹത്താ യസ്അല റജുലു അൻ അഹ്ലി ബൈതിഹി, ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തെ പറ്റിയും ചോദിക്കപ്പെടും എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. അപ്പോ നമ്മളെ ഉത്തരവാദിത്വം നിർവഹിച്ചോ അത് പാഴാക്കി കളഞ്ഞോ എന്നത് അള്ളാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതിനുശേഷം ആ നരകത്തിന്റെ ഭയാനകതയെക്കുറിച്ച് തെര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവിടെ അള്ളാഹു പറയുന്നത് വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിൽ മനുഷ്യരും കല്ലുകളുമാണ് കത്തിക്കപ്പെടുന്നത് എന്ന്. ഇത് ഖുർആനിലെ ഇവിടെ മാത്രമല്ല, വേറെ ചില സ്ഥലങ്ങളിലും ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നരകത്തിലെ വഖൂദ്, ഇന്ധനത്തെക്കുറിച്ച്. അപ്പൊ എന്തുകൊണ്ട് ആ കല്ലുകളും മനുഷ്യരും കത്തിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, നരകത്തിന്റെ ചൂടും നമ്മളെ ഭൂമിയിൽ നമുക്ക് പരിചയമുള്ള, ഈ ഭൗതിക ലോകത്ത് പരിചയമുള്ള നാം ഉപയോഗിക്കുന്ന തീയിന്റെ 69 ഇരട്ടി ചൂട് അതിന് കൂടുതലാണ് എന്നൊക്കെ പറയുന്ന ധാരാളം നബിവചനങ്ങൾ കാണാൻ കഴിയും. ഇവിടെ അള്ളാഹു ആ ചൂടിന്റെ പാരമ്യത മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനത്തെ കുറിച്ചാണ് പറയുന്നത്. കല്ല് കത്തിക്കപ്പെടുമ്പോൾ അതെന്തുമാത്രം ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിച്ച് അതിന്റെ ഗാഢതയും കാഠിന്യവും എന്തുമാത്രം വലുതായിരിക്കും എന്ന് പറയുന്നുണ്ട്. മുഫസ്സിരീങ്ങള് ഈ കല്ലിനെ കുറിച്ച് വ്യത്യസ്തമായ നിരീക്ഷണങ്ങൾ നടത്തിയതായി കാണാൻ കഴിയും. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കാൻ ഉപയോഗിക്കപ്പെടുന്ന കല്ലുകളെ കുറിച്ചാണ് അവിടെ സൂചന നൽകുന്നത് എന്ന് ചില തഫ്സീറുകളിൽ കാണാൻ കഴിയും. എന്തുതന്നെയായാലും നരകത്തിന്റെ ചൂടിന്റെ കാഠിന്യത്തെ സൂചിപ്പിക്കാൻ പടച്ച തമ്പുരാൻ പറഞ്ഞ ഒരു പ്രയോഗമാണ് അവിടെ അതിലെ ഇന്ധനം കല്ലുകളും മനുഷ്യരുമാണ്. ഇത് രണ്ടും മിക്സായി അല്ലെങ്കിൽ അത് രണ്ടും അതിൽ ഒന്നിച്ച് കത്തിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ഭീകരതയും ഭയാനകതയും അതിന്റെ കാഠിന്യവും ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്നതാണ്. അവിടെ അവസാനിക്കുന്നില്ല. അലൈഹ മലായിക്കത്തുൻ ഗിലാദുൻ ശിദാദ്, പരുഷന്മാരും അതുപോലെ തന്നെ കഠിനന്മാരുമായ അല്ലെങ്കിൽ അതിശക്തന്മാരുമായ മലക്കുകളാണ് ആ നരകത്തിന് കാവൽക്കാരായിട്ടുള്ളത്. അപ്പൊ എല്ലാം കൊണ്ടും നരകം വൃത്തിഹീനമാണ്, വളരെ ഭയാനകമാണ് എന്ന് മൊത്തത്തിൽ അള്ളാഹു മനുഷ്യകുലത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ സ്വഭാവങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും നിങ്ങൾ നല്ല രൂപത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. അവർ അതിശക്തന്മാരാണ്, കഠിനന്മാരാണ്, പരുഷ സ്വഭാവമുള്ളവരാണ്. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് ആ നരകത്തെയും അതിന്റെ കാവൽക്കാരെയും ഒക്കെ കുറിച്ച്. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, അതിന് അലൈഹ, ആ നരകത്തിന് കാവൽക്കാരായിട്ടുണ്ട്, അവരുടെ എണ്ണം 19 എന്ന് പറയുന്നുണ്ട്. 19. ആ 19ന്റെ രഹസ്യം എന്താണ്? അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഏതായിരുന്നാലും ഈ നരകവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭയാനകത സൂചിപ്പിക്കാൻ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ ഖുർആനിന്റെ പല ഭാഗങ്ങളിലായി അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇവിടെ അതിന്റെ കാവൽക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരോട് ചേർത്ത് അവരുടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതെന്താ? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ലാ യഅസൂനല്ലാഹ, അവർ അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കുകയില്ല, എതിര് പ്രവർത്തിക്കുകയില്ല. ആ മലക്കുകൾ പൊതുവെ അവരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. പിന്നെ മാ അമറഹും, അവരോട് എന്താണോ കൽപ്പിച്ചത് അതവരെന്ത് ചെയ്യും?
അതവർ പ്രവർത്തിക്കും. വയഫ്അലൂന മാ യുഅ്മറൂൻ, എന്താണ് അവർ കൽപ്പിക്കപ്പെടുന്നത് അത് അവർ അതേപടി പ്രവർത്തിക്കും. അപ്പൊ ഓരോരുത്തരെയും ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാണ് മലക്കുകൾ. ആ മലക്കുകൾക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളാണ്, അവരുടെ പെരുമാറ്റങ്ങൾ വ്യത്യസ്തമാണ്. സ്വർഗത്തിന്റെ മലക്കുകളെ പോലെയല്ല നരകത്തിന്റെ കാവൽക്കാരും സൂക്ഷിപ്പുകാരുമായ മലക്കുകൾ. അത് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുമ്പം എല്ലാം കൊണ്ടും നരകത്തിന്റെ ഒരു ടോട്ടലി അതിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് മനുഷ്യന് പ്രയാസമുണ്ടാക്കുന്നതാണ് എന്ന് ചുരുക്കം. ഇനി ഇതുമായി ചേർത്ത് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്വർഗവും നരകവുമൊക്കെ നേരത്തെ തന്നെ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. ഖിയാമത്ത് നാളിൽ അള്ളാഹു ഉണ്ടാക്കുന്ന ഒന്നല്ല, മറിച്ച് ഇപ്പോൾ തന്നെ അഥവാ നേരത്തെ തന്നെ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്വർഗവും നരകവും എന്നൊക്കെ. ഖുർആനിന്റെ പ്രയോഗങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഖുർആനിൽ ഇവിടെയും അത് സൂറത്ത് പല സ്ഥലങ്ങളിൽ അള്ളാഹു ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അവിടെ അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ, അവിശ്വാസികൾക്ക് വേണ്ടി അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഹദീസുകളിലും ഇതിന് സമാനമായ കാര്യങ്ങളും വിചാരണ വേളയിൽ മനുഷ്യർക്ക് മുമ്പിലേക്ക് ആ നരകത്തെ മലക്കുകൾ കൊണ്ടുവരുമെന്നുമൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പൊ ചുരുക്കത്തിൽ ഈ ഒന്നാമത്തെ ആയത്തിൽ വളരെ പ്രധാനപ്പെട്ട അഥവാ സൂറത്തു തഹരീമിലെ 6-ാമത്തെ ആയത്തിൽ ഓരോ ഗൃഹനാഥനും ഓരോ ഉത്തരവാദിത്തമുള്ള ഓരോ പിതാവും അല്ലെങ്കിൽ രക്ഷിതാവും അവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട. കാരണം എന്താ, നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ കാര്യം മാത്രമാണ്, പോരാ. ഭൗതികമായി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടുന്ന ഭക്ഷണവും പാനീയങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്താൽ പോരാ, മറിച്ച് നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതിനുവേണ്ട സൗകര്യങ്ങളും മാർഗങ്ങളും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് അള്ളാഹു ഓരോ ഗൃഹനാഥനെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് ഈ 6-ാമത്തെ വചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, ആയത്തിൽ 1-ാമത്തെ ഭാഗം നമ്മെയും നമ്മുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം അഥവാ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. 2-ാമത്തെ കാര്യം നരകത്തിന്റെ ഭീകരതയും അതിലെ ഇന്ധനങ്ങളെ കുറിച്ചുമാണ് പറയുന്നത്. 3-ാമത്തേത് ആ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളുടെ സ്വഭാവത്തെയും അവരുടെ പ്രകൃതിയെയും പെരുമാറ്റത്തെയും കുറിച്ചാണ്. ഇനി 7-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ള അടുത്ത ആയത്ത്. അതൊന്ന് നോക്കാം. യാ അയ്യുഹല്ലദീന കഫറൂ ലാ തഅ്തദിറുൽ യൗം ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ. ഇനി സത്യവിശ്വാസികളോട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇതൊന്നും അനുസരിക്കാതെ സത്യനിഷേധികളായി പോയിട്ടുള്ള ആളുകളെ അള്ളാഹു ഒരു കാര്യം വിളിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന കഫറു, ഏ സത്യനിഷേധികളെ, ലാ തഅ്തദിറുൽ യൗം, അന്നേ ദിവസം സത്യനിഷേധികളോട് അള്ളാഹു പറയുന്ന ഒരു കാര്യം ഇപ്പോൾ തന്നെ അവർക്കൊരു താക്കീതായി ഓർമ്മപ്പെടുത്തുകയാണ്. ലാ തഅ്തദിറുൽ യൗം, ഇന്ന് നിങ്ങൾ ഒഴികഴിവ് പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ നരകം മുന്നിൽ കണ്ട് ആ നരകത്തിലേക്ക് എറിയപ്പെടുന്ന വേളയിൽ പലവിധത്തിലുള്ള ഒഴികഴിവുകളും മനുഷ്യൻ പറയും. ഞാൻ അങ്ങനെയായിരുന്നു, എനിക്ക് സമയമില്ലായിരുന്നു, ഞാൻ വേറെ ജോലി തിരക്കിലായിരുന്നു, ഞാൻ അറിവില്ലായ്മ കൊണ്ട് നിഷേധിച്ചതാണ്. പല വിധത്തിലുള്ള ഒഴികഴിവുകളും അതുപോലെ തന്നെ ക്ഷമാപണങ്ങളും
അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ സമർപ്പിക്കും. അപ്പൊ നേരത്തെ തന്നെ പടച്ചവൻ പറഞ്ഞു തരിക. കാരണം അവന് എവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഏറ്റവും അധികം അറിയുന്നവൻ അള്ളാഹുവാണല്ലോ. അതുകൊണ്ട് തന്നെ ആ നിഷേധികളോട് ഇഹലോകത്ത് വെച്ച് തന്നെ അള്ളാഹു പറയാണ്, നിങ്ങൾ അവിടെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് യാതൊരു ഉപകാരമോ അല്ലെങ്കിൽ യാതൊരു ഫലമോ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇന്നമാ തുജ്സൗന, തീർച്ചയായും നിങ്ങൾക്ക് അവിടെ പ്രതിഫലം നൽകപ്പെടുക മാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനനുസരിച്ചാണ്. അപ്പൊ നിങ്ങൾ എന്താണോ ഇഹലോകത്ത് പ്രവർത്തിച്ചത് അതിനനുസരിച്ച് നിങ്ങൾക്കവിടെ പ്രതിഫലം നൽകപ്പെടും. അള്ളാഹുവിന്റെ നീതിയും അവന്റെ സമത്വവും എല്ലാ മനുഷ്യർക്ക് ഇവിടെയും അവിടെയും കണ്ടു ബോധ്യപ്പെട്ട് താൻ ഈ നരകത്തിന് അവകാശിയാണ് എന്ന കൃത്യമായ ബോധ്യം അവനിൽ വന്നതിനു ശേഷമാണ് ആ നരകത്തിലേക്ക് അവൻ എറിയപ്പെടുക. സൂറത്തുൽ മുൽക്കില് അള്ളാഹു പറയുന്നുണ്ടല്ലോ, നരകത്തിലേക്ക് എറിയപ്പെടുന്ന ആളുകളോട് അതിന്റെ കാവൽക്കാർ ചോദിക്കുമത്രേ, അലം യഅ്തികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലായിരുന്നോ എന്ന്. അപ്പൊ അവര് പറയും, അതേ വന്നിരുന്നു. ഖാലു ബല ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് അങ്ങനെ വന്നിരുന്നു, പക്ഷെ എന്തു ചെയ്തു? ഞങ്ങൾ അവരെ വ്യാജമാക്കി തള്ളിക്കളഞ്ഞു. അപ്പോ ആ നരകത്തിലേക്ക് വരുന്ന ഓരോരുത്തർക്കും അറിയാം താൻ ഇതിന് ഏറ്റവും അവകാശപ്പെട്ടവനാണ്, ഏറ്റവും അർഹതപ്പെട്ടവനാണ്. അപ്പൊ നരകത്തിൽ എത്തിപ്പെട്ടാൽ അവർ അള്ളാഹുവിനോട് വീണ്ടും ചോദിക്കും, അള്ളാഹുവേ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തന്നാൽ എന്ന്. അപ്പൊ അള്ളാഹു അവനോട് പറയും, നിങ്ങൾ നിന്ദ്യരായി ആ നരകത്തിൽ തന്നെ വസിച്ചു കൊള്ളുക, എന്നോട് നിങ്ങൾ മിണ്ടിപ്പോകരുത് എന്ന് പടച്ചവൻ പറയുമെന്ന് മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നു. അപ്പൊ രണ്ട് ആയത്തുകളിൽ രണ്ട് വിഭാഗത്തോടുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സത്യവിശ്വാസികൾ അഭിസംബോധന ചെയ്ത് നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ആ കഠിനമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത് സത്യനിഷേധികളോട് നിങ്ങളുടെ ഈ നിഷേധവും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും അനുസരിച്ചുള്ള പ്രതിഫലം അവിടെ നിങ്ങൾക്ക് നൽകപ്പെടും. അന്ന് നിങ്ങൾ പല വിധത്തിലുള്ള ഒഴികഴിവുകൾ പറയും, പക്ഷേ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല എന്ന് അവരെ താക്കീത് നൽകുകയും ചെയ്യുന്നു. ഇനി ഇൻഷാ അല്ലാഹ് ഇതിന്റെ അടുത്ത ആയത്തുകൾ അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് ഇതേ സമയം നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.